നമസ്കാരം, പറഞ്ഞോളൂ. അത് പേരെന്താ, നിങ്ങളെ പേരെന്താ? രാജ്കുമാറാണ് അല്ലേ? അപ്പം അല്ല, കഥ എനിക്ക് രാജ്കുമാറെ പ്ലീസ്, കഥ എനിക്കിപ്പോൾ കേൾക്കാനുള്ള ഒരു സമയമില്ല. ഞാനൊരു ദിവസം രാജ്കുമാറിനെ വിളിക്കാം. അതോടൊപ്പം എനിക്ക് പുതിയൊരു പ്രോജക്റ്റ് അല്ല ഞാൻ പറയുന്ന ഇല്ല ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ. രാജ്കുമാർ ഒന്ന് കേൾക്കൂ. ഞാൻ ഒരു 10 കോടിയുടെ പുതിയൊരു പ്രോജക്റ്റ് തുടങ്ങുന്നുണ്ട്, പുതിയ ഫിലിം. അപ്പോൾ അതിൻ്റെ നടീനടന്മാരെയൊക്കെ എനിക്കൊന്ന് സെലക്ട് ചെയ്യണം. തുടക്കം തൊട്ടുള്ള എല്ലാ ആൾക്കാരും വേണം, ക്യാമറാമാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ. അപ്പോൾ അതിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഒന്ന് നടക്കുകയാണ്. രാജ്കുമാറിനെ ഞാൻ ഈ നമ്പറിൽ അങ്ങോട്ട് വിളിക്കാം, ഇടയ്ക്ക് വിളിക്കാം. അപ്പോൾ നോക്കട്ടെ, വന്ന് കഥ പറയാനുള്ളൊരു അവസരം ഞാൻ രാജ്കുമാറിന് തരാം. ഓക്കെ? ഇന്റർവ്യൂ ബയോഡേറ്റ ഇരുന്നോട്ടെ. എവിടെയാ സ്ഥലം? എവിടെയാ? ഇവിടെ തിരുവനന്തപുരം. നേരത്തെ എവിടെയായിരുന്നു വർക്ക് ചെയ്തത്? ഞാൻ കുറേ വർഷമായിട്ട് ഉണ്ട്, സിനിമ ഫീൽഡിലൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിലൊക്കെ പോയിട്ടുണ്ട്, കുറേ സിനിമയിൽ ചെയ്തു. നമുക്ക് എന്തൊക്കെ കഴിവുകളുണ്ട്? ഞാൻ മെയിൻ മിമിക്രിയാണ്. ഏതൊക്കെ നടീനടന്മാരാ? ഇഷ്ടം പോലെ. സൗണ്ട് എടുക്കും? ഒരുപാടുണ്ട്. ഒരാളെ ചെയ്യാം. ഒരാളെ ഒന്ന് കാണിക്കൂ. നിങ്ങൾ അവസരം നോക്കാം, നിങ്ങൾ കാണിക്കൂ. നടന്മാരൊന്നുമില്ല. ഈ പുകയിലുമായി ബന്ധപ്പെട്ട് ഈ സിനിമാ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ ആദ്യം നമ്മളെ കാണുന്ന ഒരു സംഗതിയാണ്, അതൊന്ന് ചെയ്യും. സൗണ്ട് ബോക്സിലുണ്ടെങ്കിൽ കുറച്ച് കുഴപ്പമില്ല, ഞാനത് നോക്കിക്കോളാം. തണുപ്പ്. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. ഒരു ശരാശരി പുകവലിക്കുന്ന ആളുടെ ശ്വാസകോശം എന്ന് പറഞ്ഞാൽ അതാണ്ട് ഇത്രയുണ്ടാവും. നിങ്ങളൊരു രോഗിയാക്കാൻ അത് മതി, ഒരു വലിയ ഒരു രോഗി. കൊള്ളാം. നിങ്ങൾ അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് ഞാൻ എനിക്കും ചിരി വന്നു ആദ്യം ആ ഒരു രീതി കണ്ടപ്പോൾ. സ്റ്റേജിൽ ഒരുപാട് സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഗതി. ആക്ടിങ് ഒക്കെ ഉണ്ട്, പക്ഷേ എന്നാലും സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു രംഗം കൂടെ. ഞാനൊന്നും പ്ലാനായിട്ട് ഒന്നുമില്ല സാർ. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അങ്ങനെ കയറി വന്നതാണ്. അല്ല, എന്നാലും ഒരു രംഗം കൂടെ നിങ്ങളൊന്ന് പറയും, എങ്കിലല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ അറിയാവുന്ന. എനിക്ക് അറിയണ്ടേ, എന്തായാലും ഒരു അസിസ്റ്റന്റ് അത്യാവശ്യമായിട്ട് വേണം. അതല്ലേ? ഇപ്പൊ നിങ്ങളെ മുഖ ഷേപ്പൊക്കെ നോക്കിയപ്പോ കൊള്ളാം. ഒരാൾ പറഞ്ഞു നോക്കാം, അപ്പോയിന്റ്മെന്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. നോക്കും. അതെ, ഞാൻ വേറൊരു ശബ്ദം കൂടി അംഗീകരിച്ചാൽ മതിയാവോ? വേറെ ശബ്ദം ആരാ ചെയ്യുന്നത്? ആരാ സൗണ്ട് ചെയ്യുന്നത്? ജാഫർ ഇടുക്കി. ഓക്കെ, അതുകൂടി ചെയ്യും. സൗണ്ട് പ്രശ്നം. അത് എടുക്കും. പടച്ചോനെ, ഞാൻ ആൾക്കാരെ ഇവിടെ ഇത്ര ആൾക്കാരെ കിട്ടിയെങ്കിൽ ഏത് വോട്ടില്ലാത്ത വോട്ടർ കുറച്ച് വോട്ട് കൊടുത്ത് അവൻ ജയിച്ച് മന്ത്രിയായി, പ്രധാനമന്ത്രിയായി, മുനിസിപ്പാലിറ്റി പ്രസിഡന്റായി. ഞാൻ എങ്ങനെയായി പറയണേ? 1 5 2 10 3 15 ഓറഞ്ചോ മുത്തശ്ശിയല്ലേ വേണം. ഞാൻ പോണേ. ഓക്കെ, കൊള്ളാം, സൂപ്പർ ആയിരുന്നു. പക്ഷേ നമുക്ക് ഇവിടെ ഇതൊന്നും അല്ല വേണ്ടത് സാറേ. ഞാൻ നിങ്ങളെ ഞാൻ ഓൾറെഡി ഇവിടെ ഫിക്സ് ചെയ്തു. ഓ ശരി. പിന്നെ വേറെ ക്യാമറ അത്യാവശ്യം എടുക്കാമല്ലോ. പിന്നെ ക്യാമറ ഇതെല്ലാം ഒന്ന് കൺട്രോൾ ചെയ്യണം. ഈ വരുന്ന ആർട്ടിസ്റ്റുകളെ ഒന്ന് കൺട്രോൾ ചെയ്ത് എന്റെ മുന്നിൽ എത്തിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം പൂർണ്ണമായിട്ട് നിങ്ങളെ ഞാനിവിടെ. പക്ഷെ നമ്മളെ കാറ്റഗറി ഇങ്ങനെയല്ല. നമ്മളെ ഫിലിം ഫീൽഡിൽ നിങ്ങൾ വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. കുറച്ചൊക്കെ അറിയാം. നമുക്ക് ഇങ്ങനെയല്ല, കുറച്ച് അറിയാലോ. ഞാനത് പറഞ്ഞു തരണ്ടല്ലോ. അതെനിക്കറിയാം. ഒരുപാട് ആൾക്കാരുണ്ട് ഫിലിം ഫീൽഡ്. അറിയാം, എനിക്കറിയാം. തന്നെ നമ്മളൊരു 10 കോടി മുടക്കുകയാണ്. ഈ 10 കോടിയിൽ നമുക്ക് എത്ര കിളികളാണ് മെയിൻ. അതെ, കിളികൾ അത്രേ ഉള്ളൂ. അതെനിക്ക് മനസ്സിലായി. ഓ, എനിക്കറിയാം. എനിക്കറിയുന്ന ആൾക്കാരുണ്ട് സാർ. കഴിവുകളൊക്കെ അപ്പുറം. കഴിവ് ആർക്ക് വേണം? കഴിവ് ഇഷ്ടം പോലെ ആൾക്കാർ, ഒരുപാട് ആൾക്കാരില്ലേ. എനിക്ക് കഴിവില്ലേ? ഈ 10 കോടിക്ക് എത്ര കിളികളെ നമുക്ക് വരാൻ പറ്റും? ഒരു 1500 കിളികൾ മിനിമം വരും. വരുത്തും. ഓക്കെ, ഞാൻ വരുത്തും. ഓക്കെ സാർ, ഒരുപാട് സന്തോഷം. കുറെ സാധാരണ എല്ലാവരും നാളെ പറയും. കാരണം നിങ്ങളെ ശമ്പളത്തിന്റെ ഉണ്ടാവുമായിരിക്കും അല്ലേ? 10 കോടിയൊക്കെ മുതൽ നോക്കി സാറിന് എനിക്ക് വിശ്വാസമാണ്. കുഴപ്പമില്ല. 1500 കിളികളെ ഞാൻ ഇവിടെ സെറ്റാക്കി തരും. ഓക്കെ സാർ, ആ ഒരു ഉറപ്പാണ്. ശരി, എന്റെ 10 കോടി നമുക്ക് ഈ സിനിമ അടിച്ചു പൊളിക്കണം. ആ ഒരു ഉറപ്പാണ് എന്റെ 10 കോടി. അത് ഉറപ്പാണ്. ഞാൻ ചെയ്തുതരാം സാറേ, ഞാൻ ചെയ്തുതരാം. ശരി, ഓക്കെ സാർ. ഓക്കെ, അപ്പൊ ഇന്ന് തന്നെ അപ്പോയിന്റ്മെന്റ്. അപ്പൊ ഞാൻ കോസ്റ്റ്യൂം ഒക്കെ മാറിയിട്ട് വന്നോട്ടെ. ഞാൻ രാവിലെ പെട്ടെന്ന് ഓടി വന്നത്, അതുകൊണ്ടൊന്ന് ഒക്കെ മാറിയിട്ടൊന്ന് വരട്ടെ. വീട് അടുത്തല്ലേ? വീട് തൊട്ടടുത്ത്.
പോയിട്ട് വരും. പോയിട്ട് വരാം. ഓക്കെ ഓക്കെ സാർ. ഓക്കെ. ബയോഡാറ്റ അതൊന്നും ഇവിടെ വേണ്ട. എല്ലാവരും ഇല്ല, നമുക്കിവിടെ ബയോഡാറ്റ ഒന്നും വേണ്ട. വേണ്ട. എന്തിനാ? നാമാണ് ബയോഡാറ്റ. ഓ ശരി, അതാ പക്ഷേ കിളി നിങ്ങളെ വിടുന്നു. ഞാൻ മറക്കുന്നു. സെറ്റാക്കി തരും. ഇല്ല, നിങ്ങൾ കാര്യങ്ങൾ മറക്കുന്നു. ഇല്ല, ഒന്നും മറന്നിട്ടില്ല. 1500 കിളികൾ ഞാൻ റെഡിയാക്കി തരും. കുറയരുത്. ഉറപ്പ്. 10 കോടി. 10 കോടി 15 കോടിയൊക്കെ ഞാൻ തിരിച്ചു തരും. എന്റെ 10 കോടി പോവരുത്. 1500 കിളികൾ 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 ഇവിടെ ഒന്നും വേണ്ട. എന്തിനാ? ശരി, ഓക്കെ. ആ പറടാ. സെപ്റ്റംബർ 25 പൂജ ഒരു 10-ാം തീയതി കണക്കിനുണ്ടാവും. സെപ്റ്റംബർ 10 പൂജ. അതേപോലെ തിരുവനന്തപുരത്ത് തന്നെ 10 കോടിയുടെ ബഡ്ജറ്റാ. നടന്മാരല്ലോ നമുക്ക്, നിങ്ങൾക്കറിയാലോ, നടന്മാരല്ലോ നമ്മുടെ മെയിൻ. നടിമാരല്ലേ, അത് നിനക്കറിയില്ലേ? സാറ് ഇവിടെ ഉണ്ട്. പക്ഷെ എടി ഞാനാണ് സാറിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. സാമ്പത്തിക എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഞാനാണ്, നിനക്കറിയാലോ. ഓ ഞാൻ ശരിയാക്കി തരാം, നീ പേടിക്കല്ലേ. എടാ ഒരു മിനിറ്റ്. ഹലോ, ആ പറയടാ. എടാ കഥയൊന്നും കേൾക്കാനുള്ള സമയമില്ല. ഇന്ന് ഇന്റർവ്യൂ വെച്ചിട്ടിരിക്കുക ഇവിടെ സിനിമയുടെ. 25-ന് ഷൂട്ട് തുടങ്ങുക. 10 കോടി ബഡ്ജറ്റ്. ഇതൊക്കെ ഞാൻ തന്നെ കൈകാര്യം ചെയ്യണ്ടേ? എടാ ഒരു മിനിറ്റ്, ഒരു കോൾ വന്നിട്ടുണ്ട്. ഞാൻ വിളിക്കും. ഹലോ, മിമിക്രി കാണിക്കട്ടെ. ഇതാരാണ്? നിങ്ങളെ ഇന്റർവ്യൂവിന് വരൂ. ഇന്ന് ഇന്റർവ്യൂ നടക്കല്ലേ? ഇന്റർവ്യൂ പറഞ്ഞല്ലേ? പിന്നെന്താ? പിന്നെ വിളിച്ച ഞാൻ ഒരു മിമിക്രി പറയട്ടെ എന്നൊക്കെ പറഞ്ഞ. ഹലോ, എന്ത് കഷ്ടാണ്. ആ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ റെഡിയാണോ? പിന്നെ ലാസ്റ്റ് എന്നോട് വർത്തമാനം പറയാൻ എനിക്ക് പ്രഷർ കയറും. കാരണം ഇത്രയും പൈസ മുതൽ മുടക്കി നമ്മൾ ചെയ്യുന്ന പറ. സാറ് കഴിഞ്ഞിരിക്കുന്ന എല്ലാ സിനിമകളും വൻ ഹിറ്റാണ്, അറിയാലോ. പിന്നെ അദ്ദേഹം ഒരു 10 കോടി ഒരു സിനിമ ഡയറക്ട് ചെയ്യുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നു പറഞ്ഞാൽ പിന്നെ അതിലും വലിയൊരു വാർത്തയുണ്ടോ? ഒരു മിനിറ്റ്. ഹലോ, ആ എഴുതാനല്ല. ആ ഇന്റർവ്യൂ എന്റെ ആണോ വേണ്ടേ? സാറിന്റെ? നമ്മ രണ്ടുപേരും ഇരിക്കാം. വലിയ കാര്യമൊന്നുമില്ല. ഒരു വൈകിട്ട് വാ, ഒരു 6 മണിക്ക് ശേഷം നമ്മളെ ഫ്ലാറ്റിൽ വന്നാൽ മതി. ഫ്ലാറ്റിൽ വന്നാൽ മതി. റിസോർട്ടില് റൂം നമ്പർ 56 A. വന്നാൽ മതി. എന്നെ വിളിച്ചിട്ട് വന്നേക്കണേ. കാരണം ഞങ്ങൾ വേറെ എവിടെയെങ്കിലും ലൊക്കേഷൻ ഒന്നും ഫുൾ ആയിട്ടില്ല, കാണാൻ പോണം. നടൻ ആരാന്നൊക്കെ അപ്പൊ പറയാം. ഓ ശരി. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. പറ. പ്രൊഡ്യൂസർ സാറിനെ ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ? പ്രൊഡ്യൂസർ സാറിന് മാത്രം മീറ്റ് ചെയ്താൽ മതിയോ? പ്രൊഡക്ഷൻ കൺട്രോളർ ഇവിടെ ഇരിക്കുന്നില്ലേ? ഞാനല്ലേ കാര്യങ്ങളൊക്കെ നീക്കിക്കൊണ്ടിരിക്കുന്നേ. സോറി സാർ. ഒന്നും അറിയില്ലെന്ന് തോന്നുന്നു. സിനിമയായിട്ട് മുൻപരിചയൊന്നുമില്ലേ? ഇല്ല, എനിക്ക് അഭിനയിക്കണമെന്ന് താല്പര്യമുണ്ട്. ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യാം. താല്പര്യം എല്ലാവർക്കും ഇല്ലേ? താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ടോ? ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടോ? കുറെ ചെയ്തോ? ഒരു 10-15 ചെയ്തിട്ടുണ്ട്. ആണോ? പിന്നെ വേറെ ഈ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്ത് എന്ത് സിനിമയിലൊക്കെ ചെയ്യാൻ പറ്റുമോ? ഒറ്റക്കാണോ വന്നത്? ഞാൻ ഒറ്റയ്ക്ക് വന്നേ. കൂടാതെ വന്നില്ലേ? ഇല്ല. ബസ്സിലാണോ വന്നത്? 2 വീലറില്. വണ്ടി എടുത്തിട്ടാണോ വന്നത്? എന്തേ അഭിനയിക്കാനൊക്കെ ഇത്ര മോഹം? എന്താ പറയാ, എന്താണ്? അത് കുട്ടിക്കാലത്ത് അച്ഛന്റെ ആഗ്രഹമായിരുന്നു. അച്ഛൻ ഇപ്പൊ ഉണ്ടോ? ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല, മരിച്ചു. അച്ഛന്റെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിട്ട് മോള് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വരുന്നല്ലേ? സിനിമ ഫീൽഡിനെ കുറിച്ചൊക്കെ അറിയാവോ? ഒരു ഹലോ, ഞാൻ വിളിക്കാം. ഇവിടെ ഭയങ്കര തിരക്കാടാ. ശരി. ഞാൻ വിളിക്കാം. പറഞ്ഞു നിർത്തിയത് എവിടെയായിരുന്നു? വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. അമ്മയും താനേ ഉള്ളൂ? എന്താ പഠിക്കുന്നുണ്ട് ഇപ്പൊ? പഠിക്കുന്നുണ്ട്. എവിടെ പഠിക്കുന്നത്? എന്താ വല്ലാതെ വേർക്കുന്ന? ടെൻഷൻ ഉണ്ടോ? ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ, പിന്നെ എന്തിനാ ടെൻഷൻ ചെയ്യാനൊക്കെ? സിനിമയിലൊക്കെ അഭിനയിക്കാൻ വരുമ്പോ ടെൻഷൻ ഉണ്ടാകാൻ പാടില്ല. എത്ര ആൾക്കാരെ മുമ്പ് അഭിനയിക്കേണ്ടതാ? അഭിനയിക്കാൻ നേരത്തെ ഞാൻ കറക്റ്റ് ആവും. അതെനിക്ക് മനസ്സിലായി. അഭിനയിക്കുമ്പോ താൻ കറക്റ്റ് ആവും എന്നുള്ള കാര്യം. ഇതെന്താ കയ്യിൽ കുറെ സമയമല്ലോ? സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും എക്സ്പീരിയൻസ്. ഇതിന്റെ ഒന്നും ഇവിടെ ആവശ്യമൊന്നുമില്ല. എന്തിരിക്കുന്നത് കഴിവാണ് പ്രാധാന്യം. പിന്നെ മറ്റ് പലതും. സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടാ? 2 സിനിമയിലൊക്കെ അഭിനയിച്ചു എന്നൊക്കെ കാണിക്കുന്നു. സംഭവമായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രൊഡ്യൂസർ സാർ അകത്തുണ്ട്. ഒന്ന് സാറിനെ പോയി കാണാം. എന്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ തിരിച്ചു വരുമ്പോഴേ എന്നെ ഒന്ന് കാണണം. ഞാനാണ് ഇതിന്റെ മെയിൻ. നന്ദി എനിക്കെന്നും കാണാം. നന്ദി മാത്രം പോരാ,
ഗുഡ് മോർണിംഗ് സർ. ആ മോളെ. താങ്ക്സ് സർ. എനിക്ക് അഭിനയിക്കണം ഭയങ്കര ഇഷ്ടമാണ്. ചാൻസ് തേടി വന്നതാ. ഏതുവരെ പഠിച്ചു? എംകോം കഴിഞ്ഞു. എംകോം കഴിഞ്ഞു. അഭിനയിക്കാൻ വേണ്ടി എവിടെയെങ്കിലും നേരത്തെ പോയിട്ടുണ്ടോ? ഞാൻ 10-15 ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. പിന്നെ ഫിലിമിൽ 1-2 ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. നമ്മളിവിടെ ചെയ്യുന്ന വലിയ പ്രോജക്റ്റാണ്, കോടിക്കണക്കിന് രൂപ. ഏകദേശം ഞാനിപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റ് ഏകദേശം 10 കോടിക്ക് അപ്പുറം ചിലവ് വരുന്നതാണ്. നിങ്ങൾ ആ ഫേസും മറ്റുമൊക്കെ കൊള്ളാം, പക്ഷെ അഭിനയിച്ചിട്ടുണ്ടല്ലോ? ഉണ്ട്. ഉണ്ട്. എല്ലാം ഇതിനകത്തുണ്ട്. അതെ. പിന്നെ ഈ നമ്മളെ പ്രൊഡക്ഷൻ കൺട്രോളറെ കണ്ടായിരുന്നു? കണ്ട്. സാറാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. തന്നെ? മറ്റു കാര്യങ്ങളൊന്നും പുള്ളി പറഞ്ഞില്ല? ഇല്ല, സാറിനെ ഒന്ന് കാണാൻ പറഞ്ഞു. ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു? എന്ത് കാര്യ? അല്ല, മറ്റു കാര്യങ്ങളൊന്നും, ഇതിന് അഭിനയിക്കുന്ന രീതികളോ മറ്റ് എങ്ങനെയൊക്കെയാണ് ആ സിറ്റുവേഷൻ കാര്യങ്ങളൊന്നും? അതൊന്നും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ല. എന്നാലും ഒരു മനസ്സിലുള്ളൊരു കാര്യം ഒന്ന് പറഞ്ഞേ, ഇങ്ങനെ ആയിരിക്കാം അഭിനയിക്കുന്നത്. അഭിനയിക്കുമ്പോ എങ്ങനെയൊക്കെ സാർമാരൊക്കെ ഓരോ സിറ്റുവേഷൻ തരും, അതിനനുസരിച്ച് അഭിനയിക്കുക, അത്രയല്ലേ ഉള്ളൂ. അത് സപ്പോസ് നമ്മൾ ക്യാരക്ടർ തരും, അതിനനുസരിച്ച് ജീവിച്ച് കാണിക്കും. കാരണം നിങ്ങൾ പഠിച്ച ആളാണല്ലോ. അതെ. പക്ഷെ അതിനപ്പുറത്തൊരു സംഗതി ഉണ്ട്, അതിനെപ്പറ്റി പറഞ്ഞില്ലായിരുന്നു അവിടെ? ഇല്ല. ഒന്നും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞു? എന്താ ഉദ്ദേശിച്ചത് സാറ്? നമുക്കൊന്ന് ഈ വഴങ്ങിത്തരുന്നൊരു രീതി. വഴങ്ങിത്തരാനോ? എന്തേ, നമുക്കൊന്ന് വഴങ്ങിത്തരുന്നൊരു രീതി ഉണ്ടല്ലോ. താൻ എന്താ ഉദ്ദേശിച്ചത്? പക്ഷെ അങ്ങനെയല്ല, വഴങ്ങിത്തരുന്ന ഒരു വഴങ്ങിത്തരുവെന്ന് വെച്ചാൽ താൻ എന്താ? നിങ്ങളവിടെ ഇരിക്കൂ അവിടെ. നിങ്ങൾ ഇരിക്കൂ. ഇല്ല, ഞാൻ ജനങ്ങളെ അറിയിക്കും. ഇന്ത്യയൊക്കെ ഒരു സിനിമ. ബാക്കിയൊക്കെ പ്രൊഡക്ഷൻ കൺട്രോൾ നോക്കട്ടെ. ഇവിടെ എന്റെ ഫയൽ. ഓ, എന്തൊരു അഹങ്കാരം. കണ്ണാടിയും പോയി. ഇതൊക്കെ ഇതിലുള്ളത് കാര്യം ഞാൻ ശരിയാക്കി തരാം. ഞാനല്ലേ പറയുന്നു, നിനക്ക് എത്ര അവസരം ഞാൻ തന്നതാ. ഓക്കെ, സാറിനെ കണ്ട വേണ്ട പോലെ കാണണം. നല്ല രീതിക്ക് തന്നെ കാണാം. സാറിനെ കണ്ടോ? അഭിനയിക്കാനുള്ള ആഗ്രഹം കൊണ്ടാ ഞങ്ങളെ പോലുള്ള പാവങ്ങൾ ഇങ്ങനെ വരുന്നത്. നിങ്ങളെ പോലുള്ള നാറികളാണ് ഈ മലയാള സിനിമയെ നല്ലാവാക്കിയത്. എന്റെ അമ്മയെ പെങ്ങളെ അങ്ങോട്ട് പോ. സിനിമ ഷൂട്ട് 25 തുടങ്ങും, സെപ്റ്റംബർ. പോടാ കുടിച്ചിരിക്കുന്ന സമയത്ത് കണ്ടില്ല. നല്ല ഒന്നുമില്ല, ഭയങ്കര വലിയ വേദന. നമസ്കാരം. ഒരു മിനിറ്റ്, വിളിക്കാം. ഒരു മിനിറ്റ്. അല്ല, സിനിമയിൽ ആളെ എടുക്കുന്നു പറഞ്ഞിങ്ങനെ മോളെ കൊച്ചു കയറിയില്ല. മോളെ അഭിനയിക്കാണോ അല്ലെ മോളാണോ? മോന്റെ മോളാണ്. ഓ, സാറകത്തുണ്ട്. നോക്കോ. ഓ, ആ മോളെ. എന്തിനാ ഈ കുടുംബക്കാരൊക്കെ കൂട്ടിയിട്ട് വരുന്നത്? ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്, അച്ഛനും അമ്മയൊക്കെ കൂട്ടിയിട്ട്. ആ മക്കളെ, സാറേ നമസ്കാരം. നമസ്കാരം. കായംകുളത്തുനിന്ന് വരിക സാറേ. കായംകുളം? പഴയൊരു നാടകക്കാരനാ. അപ്പൊ സിനിമയിൽ ആളെ എടുക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ മോൻ്റെ മോളാ. മോനെല്ലാം മരിച്ചു പോയി. അപ്പൊ ഞാനൊരു പഴയ നാടകക്കാരൻ, എൻ്റെ ഒരു കലാവാസന കിട്ടിയത് എൻ്റെ കൊച്ചുമോക്ക. മോളെ സിനിമയിൽ അഭിനയിക്കണമെന്ന് മോള് പറഞ്ഞു. ഇവിടെ ഇന്റർവ്യൂ നടക്കുന്നു പറഞ്ഞാൽ ചിലപ്പോ ചാൻസ് വരും. അല്ല സാറേ, ഞാൻ വയ്യ. കൊച്ചുമോക്ക് ഒരു റോള് ഇതിലൊന്ന് കൊടുക്കണമെന്ന് നോക്കട്ടെ. കൊച്ചുമോളൊന്ന്. ഓ ശരി, എൻ്റെ ആഗ്രഹം. ഓ ശരി സാറേ. ശരി മോളെ, നല്ലോണമൊക്കെ അഭിനയിച്ച് കൊടുക്കണം സാറ് പറയുന്നത് കേട്ടോ. ഓ
പേര് ദേവിക, ദേവു എന്ന് വിളിക്കും. ഞാൻ ജേർണലിസം ഒക്കെ പഠിച്ചു കഴിഞ്ഞതാണ്. ജേർണലിസം ഒക്കെ പഠിച്ചാ? ആ, ജേർണലിസം പഠിച്ചു. ഡിഗ്രിക്ക് പഠിക്കുമ്പോഴത്തേക്ക് ഞാൻ നാടകത്തിലേക്ക് ഇല്ല സാർ, എനിക്ക് അഭിനയിക്കണമെന്ന് അത്ര താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ അച്ചാച്ചനും നമ്മുടെ ഒരു കുടുംബത്തില് ഈ ഒരു പാരമ്പര്യം ഉള്ളത് കൊണ്ട് എനിക്കും ആ കഴിവ് കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇവിടെ ഓഡിഷൻ വന്നപ്പോഴത്തേക്ക് വന്നതാണ്. ഡാൻസ് ഒക്കെ അറിയാമോ? ആ, ഡാൻസ് ഒക്കെ കളിക്കും. ഡാൻസ് കളിക്കും. നേരത്തെ എവിടെയെങ്കിലും ഫിലിമിൽ വല്ലതും അഭിനയിച്ചിട്ടുണ്ടോ? ഫിലിമിൽ അഭിനയിച്ചിട്ടില്ല. ഞാൻ കോളേജിലൊക്കെ പ്രോഗ്രാംസിനൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഒരു ഇന്റർവ്യൂവിന് ഇതേപോലെ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? ഇന്റർവ്യൂവിന് ഇല്ല, ആദ്യമായിട്ടാണ്. നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പുറത്ത് പറഞ്ഞായിരുന്നു, നമ്മളെ കൺട്രോളറോടെ ഉണ്ടായിരുന്നല്ലോ. ഇല്ല, പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. പറഞ്ഞു തന്നില്ല? ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നു? ഇല്ല. അച്ഛൻ പഴയ കലാകാരനെന്നല്ലേ പറഞ്ഞത്? അതെ അതെ. പറഞ്ഞില്ലായിരുന്നു അച്ഛനും ഒന്നും? ഇല്ല. ഒരു കാര്യവും പറഞ്ഞില്ലായിരുന്നു? ഇല്ല, പറഞ്ഞില്ല. ഇല്ല, പറഞ്ഞില്ല. നമ്മളെ ഇവിടെ ഈ സിനിമാ മേഖലയിൽ നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു ചെറിയ കീഴ്വഴക്കങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു കീഴ്വഴക്കങ്ങളിൽ ആര് പാസ്സാവും അവരെയാണ് നമ്മൾ നടിയായിട്ട് ചിത്രീകരിക്കുന്നത്. നിങ്ങൾ ഈ റിപ്പോർട്ടിംഗ് മേഖലയിലൊക്കെ നിൽക്കുന്നതല്ലേ? അതെ. അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒന്നും മനസ്സിലായില്ലേ? മേഖലയാണ്, ഇതിനെപ്പറ്റി ഒന്നും നേരത്തെ അറിഞ്ഞിട്ട് ഒന്നുമില്ല. ഞങ്ങളെയൊക്കെ സംബന്ധിച്ചുള്ള ബന്ധങ്ങൾ എന്താണെന്ന് അറിയാമോ? നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഞങ്ങൾക്കെതിരെ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഗവൺമെൻറ്റോ മറ്റു ഉദ്യോഗസ്ഥന്മാരോ ഞങ്ങൾക്കെതിരെ നടപടിയെടുക്കില്ല. കാരണം നമ്മളൊക്കെ സമൂഹത്തിൽ റിച്ചായിട്ട് ജീവിക്കുന്നവരാണ്. നമ്മളെയൊക്കെ പ്രവർത്തനം കൊണ്ടാണ് ഈ രാഷ്ട്രീയക്കാരുടെ പ്രവർത്തനം എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് കാണിച്ചാലും നിങ്ങളൊരു പരാതിയായിട്ടൊന്നും നീങ്ങാൻ ഒരിക്കലും പറ്റില്ല. നമുക്ക് അഭിനയിക്കുക എന്നാണല്ലോ സാർ നമ്മുടെ ലക്ഷ്യം. വേറെ ഒന്നും അവിടെ നിന്ന് പറഞ്ഞില്ലായിരുന്നോ? വേറെ നമുക്ക് സാറിന്റെ മുമ്പിൽ നമുക്ക് അഭിനയിച്ച് കാണിക്കുക എന്നുള്ളതാണ്. അതാണ്. അല്ല, ഇതൊക്കെ ഈ മുഖം തന്നെ ഇനി അഭിനയ രംഗത്ത് കൊണ്ടുവരണമെങ്കിൽ എന്തുമാത്രം പൊട്ടിയിട്ട് സെറ്റാക്കി വരണമെന്നറിയാം. ഈ ഒരു മുഖത്തിന് അഭിനയ രംഗത്ത് യഥാർത്ഥ കഥാപാത്രമായി നമ്മൾ ആ ഒരു സ്കിറ്റിൽ നിങ്ങളെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ എന്തുമാത്രം നിങ്ങൾക്കുള്ള ആ ഒരു ചേഞ്ചിങ് വരുത്തണമെന്നറിയാം. അപ്പം അതിനെന്തെന്നറിയാം, നമ്മൾ കണക്കുള്ളവരുടെ എന്ത് വേണം? ഒന്ന് സഹകരിക്കണം. കേട്ടാ? തയ്യാറാണോ അതിന്? അല്ല. അല്ല. തയ്യാറാണോ? അല്ല. പിള്ളേരൊന്നും ശരിയല്ല ഏട്ടാ. അവനെ നോയിക്കാം. 1500 കിളിയും തരാമെന്ന് പറഞ്ഞാണ് ഞാൻ ഇവിടെ ജോലിക്ക് കയറ്റിയത്. അവനെ നോയിക്കാം. ഒരു കിളിയും വന്നതുമില്ല, ഒരു കിളിയും ശരിയല്ല. എന്ത് ചെയ്യാം? നോക്കാം, ഏതെങ്കിലും കിളി കൊത്താതിരിക്കൂല. നീ എന്താണ് കൊച്ചുമോളോട് കാണിച്ചത്? ഇനി അടുത്ത നീ എന്താ എന്റെ കൊച്ചുമോളെ കാണിച്ചത്? കലയ്ക്ക് വേണ്ടി ജീവിതം കഴിഞ്ഞ മഹാരാജന്മാരെ പള്ളായത്. നിനക്ക് പോലെ തെരുവ് പോയിക്കോളാം നാറി. അടിക്കല്ലേ 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 അടിക്കല്ലേ. അഡ്ജസ്റ്റ്മെന്റ് നിനക്കൊക്കെ നിന്റെയൊക്കെ അഡ്ജസ്റ്റ്മെന്റ് നാട്ടുകാരൊക്കെ പണം തരുന്നത് പന്നി അഭിനയിക്കാൻ ഒരു അഡ്ജസ്റ്റ്മെന്റ് നിന്റെ പേരിൽ അമ്മയും പെങ്ങളൊന്നും മാറി. കൺട്രോളർമാരൊക്കെ എന്നെ കണ്ടുപിടിക്കണം. പിന്നെ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു? എടാ ഇല്ലടാ, എന്തൊക്കെ കാര്യങ്ങളാണ് മാമ പണിക്ക് പോടാ പന്നി. ഇതിപ്പോ സ്ഥിരമായിട്ടുണ്ടല്ലോ ഈ അടി. പ്രൊഡ്യൂസർ സാർ എന്തെങ്കിലും ചെയ്ത ഇതെന്താ വരുന്നവനും പോകുന്നവനൊക്കെ എന്നെ എടുത്ത് അടിക്കുന്നത്? ഞാൻ ചണ്ടയാ എന്തെങ്കിലും അറിയണോ? കളവും പിടിച്ചേക്കണേ. അസിസ്റ്റന്റ് എങ്ങോട്ട് പോയാന്തോ. 1500 കിളിയും കിട്ടിയില്ല, എൻ്റെ കൂടും പോയി, കണ്ണാടിയും പൊട്ടിപ്പോയി. 1500 കിളിയും കിട്ടിയില്ല, എല്ലാം പോയി. ഗ്യാപ്പ് വെച്ചോ. നാട്ടുകാർ വേണ്ട നടക്കടാ. ഇപ്പൊ തന്നെ
ന്യൂസിലൊക്കെ വന്നതാ പറയുന്നത് കേട്ടത്. ആരും കണ്ട കാർ കയറ് ഒന്ന് മേലാസകളും കൊയമ്പിട്ട് നട അവിടെ കയറ് സാറേ.